ഹായ് ഫ്രണ്ട്സ്, ഫയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിൽ അവോക്കാഡോയുടെ മരമുണ്ട്, പക്ഷേ ഇതുവരെ അതിൽ അവോക്കാഡോ ഉണ്ടായിട്ടില്ല. ഒരുപാട് വർഷങ്ങളായിട്ടും അതിൽ അവോക്കാഡോ ഉണ്ടാവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അതിന് എന്ത് വളം നമുക്ക് ചേർത്ത് കൊടുക്കാം, ഇതിൽ അവോക്കാഡോ ഉണ്ടാവാൻ എന്താണ് ഒരു വഴി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ 1-2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വേറൊരു 2 വീഡിയോസും ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം അതിൽ പെട്ടെന്ന് കായ്പിടുത്തം ഉണ്ടാവാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത്, ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അവോക്കാഡോ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ, നിർബന്ധമായിട്ടും നമ്മൾ കൊടുത്തിരിക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണെന്നും പിന്നെ അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ തൈകൾ നടുന്ന സമയത്ത് നല്ല നീർവാർച്ചയുള്ള ചുവപ്പ് മണ്ണുള്ള സ്ഥലം നോക്കി തിരഞ്ഞെടുക്കുക. അവോക്കാഡോ മരം ഇഷ്ടപ്പെടുന്നത് റെഡ് സോയിലാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ഇതിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിക്കരുത്. പിന്നെ അതുപോലെ നമ്മൾ നഴ്സറികളിൽ നിന്നും ഇതിനെ വാങ്ങുന്ന സമയത്ത് നല്ല ഗ്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ബഡ് ചെയ്തതോ ആയിട്ടുള്ള തൈകൾ നോക്കി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ വിത്ത് മുളപ്പിച്ച് നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കുന്ന തൈകൾ ഒരുപാട് വർഷമെടുക്കും അതിൽ അവോക്കാഡോ ഉണ്ടാവാൻ വേണ്ടി. അപ്പോൾ നഴ്സറികളിൽ നിന്നും ഗ്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ബഡ് ചെയ്തതോ ആയിട്ടുള്ള തൈകളാണെന്നുണ്ടെങ്കിൽ 2 വർഷം 3 വർഷം കൊണ്ടൊക്കെ അതിൽ അവോക്കാഡോ ഉണ്ടാവുന്നതാണ്. അപ്പോൾ തൈകൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡ് ചെയ്തതോ ആയിട്ടുള്ള തൈകൾ വെക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വെണ്ണപ്പഴത്തിൻ്റെ തൈ നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് എല്ലാവർക്കും തന്നെ ഇത് വിത്ത് മുളപ്പിച്ചിട്ടായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ തൈകൾ വാങ്ങിയിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. പക്ഷേ തൈകൾ വെച്ച് പിടിപ്പിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള വളങ്ങളും അതിന് കുറച്ചൊക്കെ ഒരു പരിപാലനം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അതിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റിസൾട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരുപാട് ആളുകൾ മരത്തിൽ അവോക്കാഡോ കായ്ക്കാത്തത് കൊണ്ട് അതിൻ്റെ മരം വെട്ടിമുറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൈകൾ നട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വളങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും അവോക്കാഡോ മരത്തിന് എന്ത് വളമാണ് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ വളം കൊടുത്തിരിക്കണം. അപ്പോൾ പ്രധാനമായിട്ടും അവോക്കാഡോ മരങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള വളം എന്ന് പറയുന്നത് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളങ്ങളാണ്. അപ്പോൾ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ അവോക്കാഡോ മരങ്ങൾക്ക് കൊടുത്തിരിക്കേണ്ടത്. അപ്പോൾ നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം അത്തരത്തിലുള്ള വളങ്ങൾ നമ്മൾ കൃത്യസമയത്ത് നമ്മൾ അവോക്കാഡോ മരത്തിന് കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ റിസൾട്ട് ഇതിൽ നിന്നും കിട്ടുകയുള്ളൂ. അതുപോലെ നമ്മൾ രാസവളങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ തൈകൾ വെച്ച് 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ രാസവളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ജൈവവളങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തൈകൾ നടുന്ന സമയത്ത് തന്നെ അടിവളമായിട്ട് കുറച്ചൊക്കെ ജൈവവളങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതായത് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ അതുപോലെ തന്നെ എല്ലുപൊടി എന്നിവയുള്ള ജൈവവളങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മൾക്ക് തൈകൾ നടുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം അടിവളമായിട്ട്. അപ്പോൾ നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നാണ് കോഴിവളം. അപ്പോൾ കോഴിവളത്തിൽ നല്ലതുപോലെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചില വളങ്ങളിലും നല്ലതുപോലെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചപ്പുല്ലും യൂറിയയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, അതിലും നല്ലതുപോലെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചപ്പുല്ലും യൂറിയയും നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ദിവസം വെച്ചതിന് ശേഷം ഡൈലൂട്ട് ആക്കിയിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവോക്കാഡോ മരത്തിന് നല്ലൊരു വളമാണ്, നൈട്രജൻ അടങ്ങിയിട്ടുള്ള നല്ലൊരു വളമാണ് ഈ ഒരു പച്ചപ്പുല്ലും യൂറിയയും തമ്മിലുള്ള ഈ ഒരു വളം. അപ്പോൾ ഇത്തരത്തിലുള്ള വളങ്ങളും നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കമ്പോസ്റ്റിലും നല്ലതുപോലെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കമ്പോസ്റ്റും നല്ലൊരു നൈട്രജൻ റിച്ച് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീടുകളിൽ നിന്നും ഒഴിവാക്കുന്ന ഇറച്ചി കഴുകിയ വെള്ളം നമുക്ക് അവോക്കാഡോ മരത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലും കുറച്ചൊക്കെ നൈട്രജൻ്റെ കണ്ടൻറ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നൈട്രജൻ കിട്ടുവാൻ വേണ്ടി അവോക്കാഡോ മരത്തിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ പുറമേ നമുക്ക് NPK വളവും കടകളിൽ നിന്നും വാങ്ങി മരത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ NPK ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് NPK. അപ്പോൾ ഇതും നമുക്ക് അവോക്കാഡോ ചെടികൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ അവോക്കാഡോ മരത്തിന് കൊടുത്തിരിക്കേണ്ട ഒന്നാണ് ജിപ്സം പൗഡർ. അപ്പോൾ ഈ ജിപ്സം പൗഡർ പല പുറം നാടുകളിലും അവർ സ്ഥിരമായിട്ട് പല ചെടികൾക്കും, അതായത് മറ്റു പല പഴവർഗ്ഗങ്ങൾ കായ്ക്കുന്ന ചെടികൾക്കും അവർ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒന്നാണ് ജിപ്സം പൗഡർ. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര അങ്ങോട്ട് ആളുകൾ ഉപയോഗിച്ച് കാണാത്ത ഒന്നാണ് ഈ ജിപ്സം പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജിപ്സം പൗഡറിൻ്റെ മെയിനായിട്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ജിപ്സം പൗഡറിൽ നല്ലതുപോലെ കാൽഷ്യം നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ NPK വളങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും NPK വളത്തിൽ അടങ്ങിയിട്ടുള്ളത് നൈട്രജൻ, ഫോസ്ഫറസും പിന്നെ അതുപോലെ തന്നെ പൊട്ടാസ്യമാണ്. അപ്പോൾ ഈ കാൽഷ്യത്തിൻ്റെ ഒരു ഡെഫിഷ്യൻസി ചെടികൾക്ക്, പല പഴവർഗ്ഗങ്ങൾ കായ്ക്കുന്ന മരങ്ങൾക്ക് കാണാറുണ്ട്. പൊതുവേ അവോക്കാഡോ മരങ്ങൾക്കും കാൽഷ്യത്തിൻ്റെ കുറവ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജിപ്സം പൗഡർ അവോക്കാഡോ ചെടികൾക്ക് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ NPK വളങ്ങൾ ചേർത്ത് കൊടുക്കുന്ന NPK പോലെ തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് കാൽഷ്യം. പ്രത്യേകിച്ച് അവോക്കാഡോ ചെടിക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കാൽഷ്യം. അപ്പോൾ ജിപ്സം പൗഡർ നമുക്കിപ്പോൾ ചെടികൾ വിൽക്കുന്ന നഴ്സറികളിൽ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതും തന്നെ അത് പാക്കായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, പാക്കറ്റായിട്ട്. അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ജിപ്സത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെടികൾക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ജിപ്സം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ജിപ്സം മണ്ണിനെ ബ്രേക്കപ്പ് ചെയ്യും. ബ്രേക്കപ്പ് ചെയ്തതിന് ശേഷം മരത്തിന് ആവശ്യമായിട്ടുള്ള കാൽഷ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജിപ്സം മണ്ണുമായി ചേർന്ന് മണ്ണിനെ വിഘടിപ്പിച്ച് മരത്തിന് ആവശ്യമായിട്ടുള്ള കാൽഷ്യം നൽകുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ജിപ്സം നല്ല ഹാർഡായിട്ടുള്ള മണ്ണിനെ ലൂസാക്കി വെള്ളം താഴോട്ട് ഊർന്നു പോകാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ മണ്ണിനെ ലൂസാക്കാനും നമുക്ക് ജിപ്സം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ജിപ്സം എന്ന് പറയുന്നത് കാൽഷ്യം സൾഫേറ്റ് ആണ്. അപ്പോൾ മണ്ണിനെ കൂടുതൽ സുഷിരമുള്ളതാക്കുകയും വായു, ജലം, പോഷകങ്ങൾ എന്നിവ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാൻ ജിപ്സം സഹായിക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള ഒന്നാണ് ജിപ്സം പൗഡർ. അപ്പോൾ അവോക്കാഡോ മരത്തിൻ്റെ 6 അല്ലെങ്കിൽ 8 അടി ചുറ്റളവിൽ മണ്ണിന് മുകളിലായിട്ട് ഒരു നേർത്ത പാളി പോലെ നമുക്ക് ജിപ്സം ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അവോക്കാഡോ മരങ്ങൾക്ക് പ്രശ്നക്കാരനായിട്ടുള്ള അധിക സോഡിയത്തെ നീക്കം ചെയ്യുകയും മരത്തിന് ആവശ്യമായിട്ടുള്ള കാൽഷ്യം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് ജിപ്സം പൗഡർ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ 2 വളങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഒന്ന് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളം കൊടുക്കണമെന്ന് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ജിപ്സം പൗഡർ ഇട്ട് കൊടുക്കണമെന്നും പറഞ്ഞു. ഇനി നമുക്കിതിൽ പ്രധാനമായിട്ടും അവോക്കാഡോയുടെ തൈകൾ നട്ട് കഴിഞ്ഞതിന് ശേഷം പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് കൃത്യമായിട്ട് നനച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ തൈകൾ വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിലും വെള്ളം ഒരിക്കലും കെട്ടി നിർത്തരുത്. അതായത് ഒരു പ്രാവശ്യം നമ്മൾ നനച്ച് കൊടുത്ത് പിന്നെ അടുത്ത പ്രാവശ്യം നനയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മണ്ണിനെ ഒന്ന് ഡ്രൈ ആക്കാൻ അനുവദിക്കണം. അതായത് വേരുകൾ ചീഞ്ഞു പോകാതിരിക്കാനും പിന്നെ ചെടിക്ക് ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളും ജീവജാലങ്ങളും വളരുന്നത് തടയാനും നനയ്ക്കുന്നതിനിടയിൽ മണ്ണ് നമ്മൾ ചെറുതായി ഒന്ന് ഉണങ്ങാൻ അനുവദിക്കണം. അതായത് ഇപ്പോൾ ഒരു പ്രാവശ്യം നനച്ച് പിന്നെ അടുത്ത പ്രാവശ്യം അതിൻ്റെ ഇടയിൽ വരുന്ന സമയത്ത് മണ്ണിനെ ഒന്ന് ഡ്രൈ ആക്കുക. അതുപോലെ തന്നെ മണ്ണിൽ ചെറിയൊരു ഈർപ്പവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഈർപ്പം നിലനിർത്താൻ വേണ്ടി നമുക്ക് പുതയിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മണ്ണിൽ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം ഉണ്ടെങ്കിൽ നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് മണ്ണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും നനച്ച് കൊടുത്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വലിയ മരങ്ങളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു അവോക്കാഡോ മരം ഒരിക്കലും പരിസ്ഥിതിയിൽ നിന്ന് വെള്ളം സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവയിലേക്ക് വെള്ളം എത്തിക്കേണ്ടത് നിർബന്ധമാണ്. അവോക്കാഡോ എന്ന് പറയുന്നത് വർഷത്തിൽ പലതവണ കായ്ക്കുന്ന ഒരു മരമാണ്. അതുകൊണ്ട് തന്നെ അവോക്കാഡോ കായ്ച്ച് പാകമായി കഴിഞ്ഞാൽ എല്ലാ പഴങ്ങളും നമ്മൾ മരത്തിൽ നിന്നും എടുക്കുക. എന്നാൽ മാത്രമേ അടുത്തൊരു സീസണിലേക്കായി മരം സ്വയം പര്യാപ്തമാവുകയുള്ളൂ. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഒരുപാട് വൈറ്റമിൻസുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അവോക്കാഡോ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ തൈ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ അവോക്കാഡോയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.